നമ്മൾക്കടുത്ത് പഠിക്കാനുള്ളത് 1:4 ഡീമൾട്ടിപ്ലക്സർ. ഈ 1:4 ഡീമൾട്ടിപ്ലക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻപുട്ട്, അതായത് ഒരു 1 എന്നുള്ളത് 1 ഇൻപുട്ടും 4 എന്നുള്ളത് 4 എന്നുള്ളത് 4 ഔട്ട്പുട്ടും. അങ്ങനെയാണ് ഈ 1:4 ഡീമൾട്ടിപ്ലക്സർ നമ്മൾ പറയുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത് n=4 നമ്പർ ഓഫ് ഔട്ട്പുട്ട്. നമുക്ക് എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സെലക്ട് ലൈനാണ്. നമുക്കറിയാം ഒരു ഇൻപുട്ടും കിട്ടി 4 ഔട്ട്പുട്ടും കിട്ടി. നമുക്ക് അടുത്ത എന്ന് വെച്ചാൽ നമുക്ക് സെലക്ഷൻ ലൈൻ നമുക്ക് എത്ര ആണെന്ന് അറിയണം. അതിൻ്റെ ഇക്വേഷനാണ് m log 2 raised to n, log n to the base 2. അപ്പോൾ നമുക്ക് log 4 to the base 2 എന്ന് എഴുതാം. log 4 എന്ന് എഴുതിയിരിക്കുന്നത് വെച്ചാൽ ഔട്ട്പുട്ട്, n ആണ് ഔട്ട്പുട്ട്. അങ്ങനെയാണ് log 4 to the base 2. 4 വരെ നമ്മൾ എന്തെഴുതി log 2² to the base 2, m=2 കിട്ടി. അത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ജനറൽ ടേം എന്ന് പറഞ്ഞാൽ log e raised to y = x എന്നാണ്. അപ്പോൾ y നമുക്കെങ്ങനെ എഴുതാം, y = e raised to x എന്ന് എഴുതാം. അതുപോലെ log 2² to the base 2 = നമുക്ക് x എന്ന് എഴുതാം. മുകളിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ 2² = 2 raised to x എന്ന് എഴുതാം. അപ്പോൾ എന്തെഴുതു, x = 2 എന്ന് കിട്ടി. അങ്ങനെയാണ് നമ്മുടെ സെലക്ഷൻ ലൈനകത്ത് നമുക്ക് 2 കിട്ടിയിരിക്കുന്നത്. നോക്കുക, സെലക്ഷൻ ലൈൻ 2 സെലക്ഷൻ ലൈൻ കാണാം, S1 ആൻഡ് S0. അത് നമ്മൾ ഈ ഇക്വേഷൻ വഴി ചെയ്ത് കിട്ടിയതാണ് S1 ആൻഡ് S0. ഒരു ഇൻപുട്ട് 1:4 ഡീമക്സ് ആയതുകൊണ്ട് ഒരു ഇൻപുട്ടും 4 ഔട്ട്പുട്ടും. എത്ര സെലക്ഷൻ ലൈൻ ഉണ്ടോ നമ്മളത് കണ്ടുപിടിച്ചു, 2 സെലക്ഷൻ ലൈൻ. അതുപോലെ നമ്മൾ ഫിഗറിനകത്ത് കാണാം ഒരു ഇ എന്ന് പറഞ്ഞാൽ എനേബിൾ ലൈൻ. എനേബിൾ ലൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സർക്യൂട്ട് ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ വേണ്ടിയുള്ള ഒരു സ്വിച്ച്. നമ്മുടെയൊക്കെ വീടുകളിലെയോ ഓഫീസുകളിലെയൊക്കെ പോലുള്ള മെയിൻ സ്വിച്ച് പോലെ ഒരു എനേബിൾ ലൈൻ. എനേബിൾ ലൈൻ ഓഫ് ആക്കുകയാണെങ്കിൽ സർക്യൂട്ട് ഫുൾ ഓഫായി പോകും. എന്ന് വെച്ചാൽ നമ്മൾ എനേബിൾ ലൈൻ ഓഫ് ആക്കിയിട്ട് S1ഉം S0 ഇൻപുട്ട് കൊടുത്താലും സർക്യൂട്ടിൽ ഒന്നും ഔട്ട്പുട്ട് കിട്ടത്തില്ല. അതുപോലെ എനേബിൾ ലൈൻ ഓൺ ആക്കിയാൽ സർക്യൂട്ട് ഫുൾ ഓൺ ആവും. എന്നിട്ട് മാത്രമേ നമുക്ക് S1ലും S0ലും ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി വർക്കിംഗ് നോക്കാം. ഇതിന് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ S1ലും S0ലും S1 ആൻഡ് S0 ഞാൻ 0 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വർക്കിംഗ് നോക്കാം. S1ൽ 0, S0ലും 0, എനേബിൾ ലൈൻ ഞാൻ 1 എന്ന് കൊടുത്തു. നമുക്കപ്പോൾ എന്ത് കിട്ടും, I എന്ന് പറയുന്ന ഇൻപുട്ട് നമുക്ക് എവിടെ കിട്ടും, Y0ൽ കിട്ടും. അടുത്ത കേസിൽ എനേബിൾ ലൈൻ ഞാൻ ഓൾറെഡി 1 ആക്കിയിട്ടിരിക്കുകയാണ്. 0 മാറ്റി നമ്മൾ അടുത്ത എന്ത് ഇൻപുട്ട് കൊടുത്തു, ഞാൻ 0 1 കൊടുത്തു. 0 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. അപ്പോൾ എന്ത് കിട്ടും, I എന്ന് പറഞ്ഞ ഇൻപുട്ട് എവിടെ കിട്ടും, Y1ൽ കിട്ടും. ഞാൻ അടുത്ത് എന്ത് കൊടുത്തു, 1 0 കൊടുത്തു. 1 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ആണ്. അതുകൊണ്ട് എന്ത് കൊടുത്തു, I എന്ന് പറഞ്ഞ ഇൻപുട്ട് എവിടെ കൊടുത്തു, 2ൽ കൊടുത്തു. അടുത്ത് ഞാൻ എന്ത് കൊടുത്തു, 1 1 എന്ന് കൊടുത്തു. 1 1 കൊടുത്താൽ നമുക്കറിയാം 3 ആണ്. I എന്ന് പറഞ്ഞ ഇൻപുട്ട് എവിടെ കിട്ടി, Y3ൽ കിട്ടി. ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ്. അത്രയും സിമ്പിൾ വർക്കിംഗ് ആണുള്ളത് 1:4 ഡീമൾട്ടിപ്ലക്സർ. ട്രൂത്ത് ടേബിൾ നോക്കുക. ഇനി എനേബിൾ ലൈൻ 0 കൊടുത്തു. ഫസ്റ്റ് നോക്കുക, എനേബിൾ ലൈൻ 0 കൊടുത്തു. S1 ആൻഡ് S0 എന്ത് കൊടുത്തു, ഡോണ്ട് കെയർ കണ്ടീഷൻ ആയിരിക്കും. അതാണ് ഇൻറ്റു മാർക്ക് കൊടുത്തിരിക്കും. ഡോണ്ട് കെയർ മീൻസ് നമ്മൾ അവിടെ എന്ത് ഇൻപുട്ട് കൊടുത്താലും അവിടെ ഒന്നും ഔട്ട്പുട്ടൊന്നും കിട്ടുന്നില്ല. അങ്ങനെയാണ് E = 0, S1 ആൻഡ് S0 ഡോണ്ട് കെയർ കണ്ടീഷൻ. Y0 Y1 Y2 Y3 എന്ത് കിട്ടി, ഫുൾ 0 കിട്ടി. അടുത്ത് നോക്കുക, ഞാൻ എനേബിൾ, അടുത്ത് നിങ്ങൾ 4 ലൈൻ നോക്കുക. 4 നമ്മൾ എന്ത് ചെയ്തു, ഞാൻ എനേബിൾ ലൈന് എനേബിൾ ആക്കി 1 കൊടുത്തു. 0 0 കൊടുത്താൽ I എന്ന് പറഞ്ഞാൽ എവിടെ കിട്ടും, Y0ൽ കിട്ടും. നോക്കുക, 0 0 കൊടുത്താൽ Y0ൽ എനിക്ക് I കിട്ടി. 0 1 കൊടുത്താൽ എനേബിൾ ലൈൻ എല്ലാം ഓൺ ആക്കിയിട്ടിട്ട് S1ൽ ഞാൻ 0 കൊടുത്തു, S0ൽ 1 കൊടുത്തു. എന്ന് വെച്ചാൽ 0 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുകൊണ്ട് എന്ത് കിട്ടി, I എന്നുള്ള ഔട്ട്പുട്ട് എനിക്ക് ഇൻപുട്ട് എവിടെ കിട്ടി, Yൽ കിട്ടി. ഇതുപോലെയുള്ളൂ. 1 0 കൊടുത്താൽ I എന്ന് പറയുന്ന ഇൻപുട്ട് Y2ൽ കിട്ടും. 1 1 എന്ന് കൊടുത്താൽ I എന്ന് പറയുന്ന ഇൻപുട്ട് എവിടെ കിട്ടും, Y3ൽ കിട്ടും. നമുക്ക് ഇനി എക്സ്പ്രഷൻ എഴുതാം. Y0 നിങ്ങൾ നോക്കുക. Y0 = E ഇൻറ്റു E 1 ആയതുകൊണ്ട് E എഴുതി. S1ൻ്റെ താഴെ 0 ആയതുകൊണ്ട് S1ൻ്റെ അവിടെ നോക്കുക, E ഇൻറ്റു ഇത് S1 ബാർ S0 ബാർ ഇൻറ്റു I. ഇത്രയും മാത്രമേ ഉള്ളൂ. നോക്കുക, E ഇൻറ്റു S1 ബാർ S0 ബാർ ഇൻറ്റു I. അടുത്ത Y0 ആണ്. Y0ന് കിട്ടിയത് E ഇൻറ്റു S1 ബാർ ഇൻറ്റു S0 ബാർ ഇൻറ്റു I. ഇനി Y1 എങ്ങനെ എഴുതാം, Y1 = E ഇൻറ്റു S1 ബാർ ഇൻറ്റു S0. അതുപോലെ നമുക്ക് Y2ഉം Y3 എഴുതാം. ഇനി ഗേറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്. ഫസ്റ്റ് നോക്കുക, Y0 എങ്ങനെയാണ്, E ഇൻറ്റു S1 ബാർ ഇൻറ്റു S0 ബാർ ഇൻറ്റു I. Y0 നോക്കുക, E നമ്മൾ ഒരു ലൈൻ E എടുത്തു.
അടുത്ത എന്താ എഴുതുന്നത്? S1 ബാർ എടുത്തു, S0 ബാർ എടുത്തു, I എടുത്തു. അങ്ങനെയാണ് Y0, Y1, Y2, Y3 നമ്മൾ എന്തെഴുതി? ഇതിൻ്റെ ഗേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ നടത്തി. ഇത്രയും മാത്രമേ ഉള്ളൂ 1:4 ഡീമൾട്ടിപ്ലക്സർ.